ഹായ്, ഇന്നിപ്പോൾ നമ്മുടെ ഡേ 3 ഓഫ് വെയിറ്റ് ലോസ് ചലഞ്ചാണ്. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കുറേ കഥകൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് അത്തരം കഥകളൊന്നുമില്ല. ശനിയാഴ്ചയാണ്. അഞ്ജലി ഇവിടെ ഉണ്ട്. ബെനി ബേബി ഇന്ന് ചൈൽഡ് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയും, കോക്കനട്ട് ചട്നിയും ഓംലെറ്റുമാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ചായ വിതൗട്ട് ഷുഗറാണ് കഴിക്കുന്നത്. അപ്പോൾ ദോശ കഴിക്കുമ്പോൾ 1-2 ദോശയിൽ കൂടുതൽ കഴിക്കരുത്. 2 മാക്സിമം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ദിസ് ഈസ് സോനു ബെൻ വിത്ത് മൈ ലിറ്റിൽ ബെനി. ഷീ ഈസ് മൈ പ്ലം പാറ്റി. അപ്പം ഒന്നെടുക്കാം. അപ്പോൾ ഹലോ, നമുക്ക് നൈസായിട്ട് തുടങ്ങാം. ഹലോ, ദിസ് ഈസ് സോനു ബെൻ വിത്ത് മൈ ലിറ്റിൽ ബെനി. ഷീ ഈസ് മൈ പ്ലം പാറ്റി. ഇച്ചിരി എനർജിയിലൊക്കെ പറ. ദോശ കഴിച്ച എനർജിയിൽ പറ. ഇച്ചിരി നല്ല എനർജിയിലൊക്കെ പറ. ആ, ദോശ. ഇതാ ദോശ. ചമ്മന്തി. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന കാര്യങ്ങൾ കാണിക്കാം അല്ലേ? ബൈ. ഞങ്ങളുടെ ഡേ 3 ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ചട്നി, ഓംലെറ്റ്, പിന്നെ ചായ. ബെനി എന്നതാ കഴിക്കണേ? ദോശ. അപ്പോൾ ബെനി നമ്മുടെ ഡയറ്റിൻ്റെ കൂടെ ഉണ്ടല്ലേ. പക്ഷേ ഡയറ്റ് ആണെങ്കിലും അല്ലെങ്കിലും ബെനിക്ക് ഫേവറേറ്റ് ദോശയാണ് അല്ലേ? ദോശ ഭയങ്കര ഇഷ്ടം. ബെനി എന്നാ ഉടുപ്പ് ഇട്ടേക്കണേ? യൂണിക്കോൺ ഉടുപ്പാണോ? യൂണിക്കോണിനെ ഒന്ന് കാണിക്കട്ടെ. ആ, വെരി ഗുഡ്. ഒരു ഹായ് പറഞ്ഞേ. ഹായ്. എല്ലാവരും ദോശ കഴിച്ചോന്ന് ചോദിച്ചേ. എല്ലാവരും ദോശ കഴിച്ചോന്നൂടെ ചോദിക്കേ. ഇതാണ് എൻ്റെ ദോശ ആൻഡ് ചട്നി. ഓംലെറ്റ് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോ എടുക്കാനായിട്ട് അല്ല വീഡിയോ എടുത്തത്. പിന്നെ പയ്യൻ ഞങ്ങൾ വീട് ക്ലീനിങ് തുടങ്ങി. കവർ എവിടെ ഇരിക്കണേ? കാണിച്ചതാ കവർ എവിടെ ഇരിക്കുന്നേ? എനിക്ക് അറിയത്തില്ല, എവിടുന്ന എടുത്തതാ? കവർ എന്തി? ഇവിടെ ഉണ്ടോ കവറ്? അയ്യോ, കവറ് താഴെ ഇരിക്കാന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് എടുക്കാം. വേസ്റ്റിൻ്റെ കവറ് തീർന്നു പോയെന്ന് തോന്നണം. വലിയൊരു ബ്ലാക്ക് കവറുണ്ട്. ആ ബ്ലാക്ക് കവർ എടുത്തോ ബെനി? ഇത് അവിടെ നിന്ന് എടുത്തോ. ഇതിൻ്റെ ഇതുണ്ടോ? ഇതവിടെ ഉണ്ട്. ഇതവിടെ ഇത് എന്നാ ഇത് അഞ്ജലിക്ക് കൊണ്ടോ കൊടുക്ക്. ബെനി എടുത്തതാ, പേപ്പർ എടുത്തതാ. ബെനി പിടിക്കുവോ? നല്ല ക്ലീനിങ്. ഇതാരാ ഇവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ടെ? ഇതൊക്കെ ഇട്ട ഇങ്ങനെ ബെനി. ഇനി വേറെ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ടേ ബെനി. അങ്ങനെ എല്ലാം എടുത്തിട്ട് ബെനി വലിയ ആൾക്കാരൊക്കെ മറ്റേ ജഗതിക്കോട്ടൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുന്ന പോലെ ബെനി. കിട്ടിയോ ബെനി? വാവ്, ബെനിക്ക് എല്ലാം അറിയാം അല്ലേ? ബെനി ഭയങ്കര മിടുക്കത്തിയായിപ്പോ. അയ്യോ, കില്ലാടിയാ. വേസ്റ്റ് ബാസ്ക്കറ്റ് കിട്ടോ? ഇന്നലെ ഉച്ച തൊട്ടുള്ള പാത്രം കഴുകാനുണ്ടായിരുന്നു. കാരണം സൂപ്പ് കുടിച്ചതും ഞങ്ങള് ഇന്നലത്തെ പാത്രവും എല്ലാം കൂടെ ഇത്രയല്ല കഴുകിയത്, എടുത്ത് വെച്ചിട്ട് രണ്ടാമത് കഴുകി കമത്തി വെച്ചിരിക്കുന്നതാണ്.
ഇനി ഇപ്പോൾ അഞ്ജലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ബെനി വേസ്റ്റ് എടുത്ത് പോക്കി കാണിക്കുമായിരുന്നു. ആ ക്ലീൻ ചെയ്തതാ, ബെനി ക്ലീൻ ചെയ്തതാ അല്ലേ ബെനി? ബെനി അവിടെ ഭയങ്കര ബെനി അഞ്ജലി അതുകൊണ്ട് അടുക്കളയിൽ കൊണ്ട് വെക്ക് വേസ്റ്റ്. എന്നാ ഇനി ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ലഞ്ചിന് ഭാഗ്യത്തിന് ഇന്നലത്തെ ആ പൊട്ടറ്റോ റൈസ് ഉണ്ട്. ഇവർക്കെല്ലാം കഴിക്കാനുള്ള പൊട്ടറ്റോ റൈസ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ബോയിൽഡ് എഗ്ഗിൽ 2 ബോയിൽഡ് എഗ്ഗ് കഴിച്ചിട്ട് ഇന്നത്തെ ലഞ്ച് എന്താ പറയുക ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിക്കാം. അതുകൊണ്ട് ഇന്ന് കാര്യമായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. നല്ലപോലെ വെള്ളം കുടിക്കണം കേട്ടോ നിങ്ങൾ. ബെനി അത് കൊണ്ട് വെക്ക്. കട്ട് ചെയ്തോടി. അങ്ങനെ ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്തിട്ടില്ല. എനിക്ക് ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ പൊട്ടറ്റോ റൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ റൈസ് കഴിക്കുന്നില്ല. ഞാൻ ഇന്നലത്തെ രാത്രിയിലെ സ്വീറ്റ് പൊട്ടറ്റോ സൂപ്പാണ് കഴിക്കാൻ പോകുന്നത് ലഞ്ചായിട്ട്. പ്ലസ് ബോയിൽഡ് എഗ്ഗ് 2 ബോയിൽഡ് എഗ്ഗും കൂടെ കഴിക്കുന്നുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഇന്ന് ഞാൻ സാറ്റർഡേ ആയതുകൊണ്ട് എനിക്ക് ഈ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഭയങ്കര വർത്തമാനക്കാരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ എൻ്റെ വീഡിയോ എന്നൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഒരു അമിതഭാരം എന്ന് പറഞ്ഞാൽ എൻ്റെ ബോഡിയിലെ വെയിറ്റ് അല്ല, നമുക്കും ചുമ്മാ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടല്ലോ, എല്ലാവരുടെയും കൂടി ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ വീട്ടമ്മമാർക്ക് കൊതിയാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരാളായതുകൊണ്ട് തന്നെ ഞാനും ഇന്നലത്തെ ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണിക്കാം. ഇതാ എൻ്റെ ലെഫ്റ്റ് ഓവർ സ്വീറ്റ് പൊട്ടറ്റോ സൂപ്പ്. അതിനകത്ത് ഞാൻ സ്പിനാച്ച് ഇന്നലെ ഡിന്നറിന് കഴിച്ച പോലെ തന്നെയാണ് ഇന്ന് കഴിക്കുന്നത്. പിന്നെ ഇതാ മുട്ട പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 മുട്ട എനിക്കും ബാക്കി കൊച്ചിനും അഞ്ജലിക്കും ഡെൽഫിക്കും ബെഞ്ചമിനും ഉള്ള മുട്ടയാണ്. പിന്നെ ഇതാ പൊട്ടറ്റോ റൈസ്. ലഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബെനി ബേബി ഇവിടെ അമേരിക്കൻ അമ്മായിയായി. എന്തിയേ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. വാ, ഇതെവിടുന്നാ ബെനി? വായ ഇങ്ങ് വാ. ഇതെവിടുന്നാ നിനക്ക് കിട്ടിയേ? കാണിച്ചേ. ബാഗ്, കണ്ണട, മൊത്തത്തിൽ വല്ലാത്ത സെറ്റപ്പാണ്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടാണ് സാരേ ജഹാൻസെ വെച്ചൊക്കെ. ബെഞ്ചമിൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പന ലഞ്ച് എടുത്ത് കഴിക്കുക. എല്ലാവർക്കും ഇന്നലത്തെ റൈസും മുട്ട പുഴുങ്ങിയതും ഉണ്ട്. അപ്പം പ്ലേറ്റ് എടുക്കുക, ചൂടാക്കുക. എടുക്ക്. അഞ്ജലിയുടെ ചോറ് ഇവിടെ മൈക്രോവേവിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ബെനി അപ്പേനെ കണ്ടത് അല്ലേ? എൻ്റെ ഇന്നത്തെ ലഞ്ചിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ആക്ച്വലി അറിഞ്ഞുകൊണ്ട് എടുത്തതൊന്നുമല്ല. ഇത് സ്വീറ്റ് പൊട്ടറ്റോ സൂപ്പാണ്, ഇത് ബോയിൽഡ് എഗ്ഗ്, ഇത് സ്പിനാച്ച്. പക്ഷേ എടുത്തു വെച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ, നാഷണൽ ഫ്ലാഗ് പോലെ, ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് പോലെയുണ്ട് എൻ്റെ ലഞ്ച്. പക്ഷേ ഇത് രാജ്യ സ്നേഹക്കുറവാകുമോ, ദേശീയ പതാകനെ അപമാനിച്ച പോലെ ആകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഇറ്റ്സ് ലുക്ക്, പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി. ഭയങ്കര എൻ്റെ ഒരു ക്രിയേറ്റീവ് മൈൻഡല്ലേ, ഭയങ്കര സംഭവമാണ്. ഞാൻ കഴിക്കാൻ എടുത്ത് വെച്ചിരുന്ന മുട്ട കള്ളം കൊണ്ടുപോയി ഗൈസ്. ഞങ്ങളുണ്ടല്ലോ, ബെഞ്ചമിൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബെനി ബേബീനെ ബെഞ്ചമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോവാണ്. വേറൊന്നിനുമല്ല, അഞ്ജലിയുടെ ഒരു ഫ്രണ്ടിന് ഒരു ഓണം സാരി മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഒരു ഓണം സാരി കളക്ഷനുള്ള ഒരു പുള്ളിക്കാരി വീട്ടിൽ തന്നെ ഒരു ചെറിയ ഹോം ബേസ്ഡ് സെയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് ഓണം ഷോപ്പിംഗ് നടത്താൻ പോവാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ പിന്നെ കാണാം. ബൈ. അഞ്ജലിയാണ് ഞങ്ങളുടെ സാരഥി. അഞ്ജലിയാണ് വണ്ടി ഓടിക്കുന്നത്.
Your destination is on the left. ഇതാണ് ആ ഇതില്ല വീടാണ്. ഞങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡിന്നറിൻ്റെ സമയമായിട്ടുണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്താ പറയുക, ക്രേവിങ്സ് കൂടുന്ന ദിവസമാണ്, വീക്കെൻഡാണ്. അപ്പം ഞാനും ഭയങ്കര ബിസിയായിരുന്നു, എനിക്ക് കുക്ക് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ന്യൂസിലാൻഡിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ KFC ചിക്കൻ പോലത്തെ ഈ സംഭവം, ഈ ഫ്രൈഡ് ചിക്കൻ പാക്കറ്റിൽ ഫ്രോസൺ വാങ്ങാൻ കിട്ടും. നമ്മൾ എയർ ഫ്രയറിൽ ഒരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് വെക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കുക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഇതും ഒരു സാലഡും കൂടെ കഴിക്കാമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത് ഡിന്നറായിട്ട്. എടുക്കാനോ? ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാലഡ് ഉണ്ടാക്കുന്നു. സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ക്യാബേജിൻ്റെ ഒരു ചെറിയ ക്യാബേജ് തോരനൊന്നുമല്ല, ചെറുതെ ക്യാബേജ് അരിഞ്ഞിട്ട് ഒലിവ് ഓയിൽ ഉപ്പും പെപ്പറും മാത്രം ഇട്ട് സോട്ട് ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കും. ഭയങ്കര ടേസ്റ്റാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല ടേസ്റ്റാണ് അതിന്. അതായത് നമ്മൾ ചില സാധനങ്ങളുണ്ടല്ലോ, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്ന പോലെ വരില്ല. പക്ഷെ നമ്മളൊന്നും ഇടാതെ ഇച്ചിരി ഉപ്പും എന്താ പറയുക പെപ്പറും മാത്രം ഇട്ട് കഴിയുന്നുണ്ടല്ലോ, ഇതിൻ്റെ ലെവല് നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ഇച്ചിരി ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന സമയത്ത് ഒരുപാട് മസാലസും തേങ്ങയൊക്കെ ഇട്ട് കഴിക്കാതിരിക്കും. നമ്മൾ ഓരോ നാട് ചെയ്യുന്നതോറും ഇതിൻ്റെ കാലറി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് വയറും നിറയണം, കാലറി ഡെഫിഷ്യറ്റും ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണമല്ലോ വെയിറ്റ് കുറയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതാ ഒലീവ് ഓയിൽ, ഒന്നുമില്ല, ചുമ്മാ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കഴിക്കുമ്പോൾ കാണാം. ഇനി ചോറ് പപ്പം കഴിക്കാം. ചൂടാണേ. ബെനി തന്നെ കഴിക്കുന്ന കൊച്ചായിരുന്നു, പക്ഷേ ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ആയി പോയതുകൊണ്ട് ഞാൻ ബെനിക്ക് ഭക്ഷണം ഒന്ന് വാരി കൊടുക്കാണ്. ബെനിക്ക് നമ്മുടെ പൊട്ടറ്റോ റൈസും ചൂട് കൂടിപ്പോയി. 30 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഞെക്കിയപ്പോൾ അറിയാതെ 1 മിനിറ്റ് ആയിപ്പോയി. എല്ലാരും ഡിന്നർ കഴിച്ചോന്ന് ചോദിച്ചേ, ചോദിക്കേ.
ഡിന്നർ കഴിച്ചോ? ഗ്യാസിന്റെ മണം വരുന്നത് നോക്കിയാമോ? വയർ ഓഫ് ചെയ്യാനാണോ പറഞ്ഞത്? വയർ ഓഫ് ചെയ്യാൻ ബാക്ക് ഓഫ് ചെയ്യാനാണോ പറഞ്ഞത്? ഡയറ്റ് ഫുഡ് കൊള്ളാം. ക്യാബേജിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല. ഇവിടെ പാക്ക് ആൻഡ് സേവ് വാങ്ങുന്നേ. പാക്ക് ആൻഡ് സേവ് വാങ്ങുന്ന കൊള്ളാലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ 3 വെയിറ്റ് ലോസ് റെസിപ്പീസ് തീരാണ്. അതായത് നമ്മളിപ്പം ഡയറ്റിലാണെന്ന് വിചാരിച്ച് നമ്മുടെ ടേസ്റ്റ് ബഡ് ഒന്നും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ മൈൻഡ്ഫുൾ ആയിരിക്കുക. എന്താണ് കഴിക്കുന്നത്, അളവ് കുറയ്ക്കുക, കാലറി എത്രയുണ്ടെന്ന് അറിഞ്ഞ് കഴിക്കുക. എന്താ പറയുക, എന്തായാലും വെജിറ്റബിളും ചിക്കനും പ്രോട്ടീനും ഒക്കെ ബാലൻസ്ഡ് ആയിട്ട്, അതായത് ഫൈബറും പ്രോട്ടീനും കാർബും ഒക്കെ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. ഞാൻ ഉച്ചയ്ക്ക് മാത്രമാണ് ചോറ് കഴിക്കാറുള്ളൂ. വൈകിട്ട് എപ്പോഴും ഇങ്ങനെയായിരിക്കും. ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയില്ല, ബട്ട് ദിസ് ഇസ് ഇനഫ്. നന്നായി വെള്ളം കുടിക്കുക. അപ്പോൾ ബൈ ബൈ ഫ്രം പാറ്റി.